അങ്ങനെ പ്രീമിയർ ലീഗിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിരിക്കുകയാണ്. ഡെഡ് ലൈൻ ഡേ ഇന്നലെയായിരുന്നു. ഇന്നലെ വളരെ നിർണായകമായുള്ള ട്രാൻസ്ഫറുകളൊക്കെയാണ് നടന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. ചില ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായി. എന്തായാലും ഇതിൽ ഏറ്റവും സവിശേഷമായ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റഹീം സ്റ്റെർലിങ്ങിന്റെ ആസനിലേക്കുള്ള പ്രവേശനമാണ്. സ്റ്റെർലിംഗ് ഒരു വർഷത്തെ ലോണിനാണ് ഇപ്പം ആസനിലേക്ക് എത്തിയിരിക്കുന്നത് ചെൽസിയിൽ നിന്ന്. ചെൽസിയുടെ കോച്ച് എൻസോ മറസ്ക രണ്ടാഴ്ച മുമ്പ് കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു റഹീം സ്റ്റെർലിംഗ് തന്റെ പ്രൊജക്ടിന്റെ ഭാഗമല്ല. അദ്ദേഹം മികച്ച പ്ലെയറൊക്കെയാണ്, പക്ഷെ തനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്ലെയർ അല്ല അദ്ദേഹം എന്നാണ് മറസ്ക പറഞ്ഞത്. അതിനെ തുടർന്ന് തന്നെ റഹീം സ്റ്റെർലിങ്ങിന്റെ ഭാവിയൊക്കെ വളരെ ത്രിശങ്കുവിലായിരുന്നു. പക്ഷേ ഒരു രണ്ടാഴ്ച മുമ്പ് വളരെ സീറോ ആയിരുന്ന ഒരു താരം പെട്ടെന്ന് ഹീറോ ആയി മാറിയിരിക്കുകയാണ്. കാരണം റഹീം സ്റ്റെർലിങ്ങിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ആസനൽ പോലുള്ള ഒരു പ്രീമിയർ ലീഗ് കണ്ടന്റേഴ്സ് ആയുള്ള ഒരു പ്രമുഖ ടീമിലേക്ക് തന്നെ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിരിക്കുകയാണ്. പ്രീമിയർ ലീഗിൽ തന്നെ തുടരാൻ താല്പര്യം സ്റ്റെർലിങ്ങിന് ഉണ്ടായിരുന്നു. ലണ്ടൻ വിടേണ്ട ആവശ്യമില്ല. ലണ്ടനുകാരനായ അദ്ദേഹത്തിന് ലണ്ടനിൽ തന്നെ തുടരാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ ലോണിനാണ് ആർട്ടേറ്റയുടെ ടീം സ്റ്റെർലിങ്ങിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സ്റ്റെർലിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റെർലിംഗ് ഇപ്പം 29 വയസ്സിനിടെ ഇപ്പം 4ാമത്തെ പ്രമുഖ ക്ലബിനാണ് കളിക്കാൻ പോകുന്നത്. ആദ്യം ലിവർപൂളിൽ, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ, ലാസ്റ്റ് ചെൽസിയിൽ, ഇപ്പോൾ ആർസനലിൽ. മൈക്കൽ ആർട്ടേറ്റയ്ക്ക് സ്റ്റെർലിങ്ങിനെ നേരത്തെ തന്നെ അറിയാം. ആർട്ടേറ്റ പെപ് ഗാർഡിയോളയ്ക്ക് കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്നപ്പോൾ ടീമിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ ടീമിലെ ഒരു പ്രമുഖ താരമായിരുന്നു സ്റ്റെർലിംഗ്. അതുകൊണ്ട് തന്നെ ആർട്ടേറ്റ അത് പറയുകയും ചെയ്തു, എനിക്ക് സ്റ്റെർലിങ്ങിനെ നന്നായിട്ട് അറിയാം, പേഴ്സണലായിട്ട് നല്ല ബോണ്ടുണ്ട്, അദ്ദേഹം മികച്ച പ്ലെയർ ആണെന്നൊക്കെയാണ് ആർട്ടേറ്റ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്നത്തെ ആ ഒരു പ്ലെയർ ആണോ സ്റ്റെർലിംഗ്? അതായത് അന്നത്തെ ആർട്ടേറ്റ കണ്ടിരുന്ന ആ കാലത്തെ ഒരു പ്ലെയർ ആണോ സ്റ്റെർലിംഗ് എന്നുള്ളതൊരു ചോദ്യമാണ്. എന്നിരുന്നാലും റഹീം സ്റ്റെർലിങ്ങിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ആശ്വാസകരമായുള്ള ഒരു നീക്കം തന്നെയാണ്. അതുകൂടാതെ തന്നെ ആർസനലിനാണെങ്കിലും, കാരണം ഇപ്പൊ നമുക്കറിയാം ഈ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വളരെ എക്സ്റ്റെൻഡഡ് ആയുള്ള ഒരു ഫോർമാറ്റിലേക്ക് പോയിരിക്കുകയാണ്. പ്രാഥമിക റൗണ്ടിൽ 8 മത്സരങ്ങളാണ് ഒരു ടീമിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും പ്രീമിയർ ലീഗ്, FA കപ്പ്, കരബാവോ കപ്പ്, അപ്പൊ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ഷെഡ്യൂളാണ്. അപ്പം കളിക്കാരെ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. കാരണം 1-2 താരങ്ങളെ മാത്രം കൂടുതലായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റഹീം സ്റ്റെർലിങ്ങിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഒരു എഡിഷൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കൗണ്ട് ചെയ്യണം. അത് മാത്രമല്ല ആർട്ടേറ്റയ്ക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു പ്ലെയർ ആണ് സ്റ്റെർലിംഗ്. സ്റ്റെർലിങ്ങിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആർട്ടേറ്റയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മോശം നീക്കമായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നില്ല, സ്റ്റെർലിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും ആർസനലിനെ സംബന്ധിച്ചാണെങ്കിലും. പിന്നെ ചെൽസിയുടെ ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. ചെൽസി നമ്മുടെ സാൻജോയെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം സാൻജോയെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരു വർഷത്തെ ലോണിനാണ് സാൻജോയെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വർഷത്തിന് ശേഷം താരത്തെ വാങ്ങാനുള്ള ഒബ്ലിഗേഷൻ കൂടിയുണ്ട്. ചെൽസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മാനേജ്മെന്റ് ആരൊക്കെയാണ് വാങ്ങിക്കൂട്ടുന്നത്, എന്താണ് അവരുടെ റിക്വയർമെന്റ്, അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ലോജിക്കും പലപ്പോഴും നമുക്ക് പ്രകടമായി മനസ്സിലാവുന്നില്ല എന്നതാണ് സത്യം. എങ്ങനെ പോകും കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഒരു ഡൗട്ട്ഫുൾ ആയി നിൽക്കുകയാണ്. ഇപ്പം കോച്ച് പറയുന്നു, എൻസോ മറസ്ക പറയുന്നു, തനിക്ക് 25 പേര് മതി, തൻ്റെ സ്ക്വാഡിനെ കുറിച്ച് തനിക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 45 സ്ക്വാഡൊന്നും വേണ്ട എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. പക്ഷേ ഇപ്പുറത്ത് മാനേജ്മെന്റ് താരങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സീസണിൽ തന്നെ എത്ര താരങ്ങളെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. ചില ആളുകളൊക്കെ വാല്യുബിൾ ആയി തോന്നാം, പക്ഷെ ചില ആളുകൾ അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മിക്സഡ് ബാഗ് ആയിട്ട് നിൽക്കുകയാണ്. ടോഡ് ബോഹ്ലിയുടെ നയങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോഴും മറസ്കയുടെ ഒരു ലൈൻ തന്നെയാണോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് അത് അംഗീകരിച്ചാണോ ടോഡ് ബോഹ്ലി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊരു സംശയമുണ്ട്. മറസ്ക നല്ല രീതിയിൽ ടീമിനെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ നമ്മൾ കണ്ടതാണ്, ഈ യുവനിരയെ വെച്ച് അദ്ദേഹം നല്ലൊരു വിജയമൊക്കെ നേടിയിരുന്നു. അപ്പോൾ ഇതിനിപ്പം ഈ സാൻജോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാൻജോ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയ പ്ലെയർ ആണ്. അദ്ദേഹം ഫസ്റ്റ് സീസണിൽ ഡോർട്ട്മുണ്ടിൽ നല്ല പെർഫോമൻസ് ആയിരുന്നെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ 85 ബില്യനൊക്കെ എത്തിയിട്ട് പക്ഷേ വളരെ നിരാശാജനകമായ പ്രകടനമാണ് കണ്ടത്. അതുമാത്രമല്ല ഒരു ഇൻകൺസിസ്റ്റന്റ് ആയുള്ള പ്ലെയർ ആണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് പോകാൻ പറ്റാത്ത പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോച്ചുമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു, ടെൻ ഹാഗ് ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു താരത്തെ, ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഫൈലുള്ള ഒരു താരത്തെ എന്തിനാണ് കൊണ്ടുവന്നത്? പ്രത്യേകിച്ച് ഇത്രയും ഫോർവേഡുകൾ ചെൽസിക്ക് ഉള്ളപ്പോൾ. കാരണം വിങ്ങർമാരുടെ ഒരു അയ്യര് കളി എന്നൊക്കെ പറയാം, ആ ഒരു സിറ്റുവേഷനിലാണ് ചെൽസി നിൽക്കുന്നത്. അപ്പൊ അതിൽ എന്താണ് അതുകൊണ്ട് ഗുണം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു റോങ് സൈനിങ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ശരിക്കും ചെൽസിക്ക് വേണ്ടിയിരുന്നത് നല്ലൊരു ക്ലിനിക്കലായുള്ള ഒരു ഗോൾ സ്കോറർ, നല്ലൊരു സ്ട്രൈക്കറെയാണ്. നമ്മൾ ഒസിമിനെ സൈൻ ചെയ്യുന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഒസിമിനായിട്ട് അവസാന നിമിഷം വരെ ഡീൽ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നു, ഒസിമിന് വേണ്ടിയുള്ള. നാപ്പോളിയിൽ പോയി ചെൽസിയുടെ പ്രതിനിധികൾ, പക്ഷേ ഡീൽ യാഥാർത്ഥ്യമായില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ മാനുവൽ ഉഗാർത്തയുടെ കൺഫർമേഷൻ, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് മാനുവൽ ഉഗാർത്തെ യുണൈറ്റഡ് താരമായിരിക്കുന്നു എന്നുള്ളത്.
കഴിഞ്ഞ ദിവസമാണ് അത് വന്നത്. ഉഗാർത്തയുടെ സൈനിങ് ഒരു ബ്രില്യൻ സൈനിങ് ആണ്. യുണൈറ്റഡ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ പ്രൈം ടാർഗറ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു പ്ലെയർ ആണ്. ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയാൽ മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉഗാർത്തയെക്കുറിച്ച്. ഉഗാർത്തെ പേസ് ചെയ്യുന്നത് വരും എന്നുള്ള രീതിയിൽ. അങ്ങനെ 60 മില്യൺ യൂറോയ്ക്കാണ് യുണൈറ്റഡ് ഉഗാർത്തയെ സൈൻ ചെയ്തിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും വൈറ്റലായി വേണ്ടിയിരുന്ന ഒരു പ്ലെയർ ആണ്. കാരണം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അതും ഒരു മോഡേൺ ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയുള്ള ഒരു യങ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ യുണൈറ്റഡിന് ആവശ്യമായിരുന്നു. യുണൈറ്റഡിന്റെ ഒരു ഡിഫൻസീവ് കവറപ്പ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനും അറ്റാക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് മാനുവൽ ഉഗാർത്തെ. ഉഗാർത്തയുടെ ഒരു സ്പീഡ്, ഡ്രിബ്ലിംഗ്, പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ലിംഗ്, അതൊരു വല്ലാത്ത ഒരു മികവുള്ള ഒരു പ്ലെയർ ആണ്. അതുകൂടാതെ തന്നെ ബോൾ റിക്കവർ ചെയ്യാനും പൊസിഷൻ തിരിച്ചു പിടിക്കാനൊക്കെ വളരെ തന്ത്രശാലിയായുള്ള ഒരു താരം കൂടിയാണ് ഉഗാർത്തെ. അപ്പോൾ ഉഗാർത്തയുടെ ഒരു സൈനിങ് വളരെ ഒരു പോസിറ്റീവായി തന്നെ യുണൈറ്റഡിന് കാണേണ്ടി വരും. അതുമാത്രമല്ല, യുണൈറ്റഡ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ സൈനിങ് എല്ലാം അവർ അപ് ടു ദ എക്സ്റ്റെൻറ്റ് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഡിഫൻസിൽ വേണ്ടിയിരുന്ന താരങ്ങൾ അവർ കൊണ്ടുവന്നു. അതുകൂടാതെ മുന്നേറ്റ സിക്സിയെ കൊണ്ടുവന്നു. ഇപ്പോൾ ഉഗാർത്തയും ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. അവരുടെ എന്താണ് അവരുടെ പ്രയോറിറ്റീസ് അതെല്ലാം അവർ ഏതാണ്ട് മീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇറ്റാലിയൻ വിംഗർ ഫെഡറിക്കോ കിയേസയുടെ ലിവർപൂളിലേക്കുള്ള ട്രാൻസ്ഫർ ആണ്, യുവന്റസിൽ നിന്ന് ഉള്ള ട്രാൻസ്ഫർ ആണ് ഈ ആഴ്ച നടന്ന മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയ നീക്കം. ഏതാണ്ട് 15 മില്യൺ യൂറോയ്ക്കാണ് 26-കാരനായ വിംഗറെ ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഫെഡറിക്കോ കിയേസെ നമുക്കറിയാം 2021 ഇറ്റലിയുടെ യൂറോ കപ്പ് ഹീറോകളിൽ ഒരാളായിരുന്നു. ഇറ്റലിയെ യൂറോ കപ്പ് ജേതാക്കളാക്കുന്നതിൽ വളരെ നിർണായക പങ്കുവച്ച താരമായിരുന്നു. വളരെ പ്രോമിസിംഗ് ആയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ എന്നാണ് അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ പിന്നീട് യുവന്റസിൽ വന്നു. അതിനുശേഷം ഉണ്ടായ ഇഞ്ചുറി, ACL ഇഞ്ചുറി അദ്ദേഹത്തെ ശരിക്കും ബാധിച്ചു. കുറച്ചു കാലം കളിക്കളത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ആ ഒരു പഴയ കേസെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ യുവന്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവന്റസ് കേസെ വേണ്ടത്ര രീതിയിൽ വിനിയോഗിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. പിന്നെ എന്തായാലും പുതിയ കോച്ച് തിയാഗോ മോട്ട വന്നതിന് ശേഷം കേസെ തന്റെ പ്രൊജക്റ്റിൽ ഇല്ല എന്ന് അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് മറ്റൊരു ക്ലബ്ബ് കണ്ടെത്തേണ്ട അവസ്ഥയിലായിരുന്നു കേസെ. എന്തായാലും ലിവർപൂൾ ആ ഒരു അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ച് കേസെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കേസ നല്ലൊരു പ്ലെയർ ആണ്. കാരണം 26 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. നല്ല പേസ് ഉള്ള, ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി ഉള്ള നല്ലൊരു മോഡേൺ വിങ്ങറാണ്. അതുകൂടാതെ തന്നെ ഫ്രണ്ട് ലൈനിൽ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും. സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടും ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും റൈറ്റ് വിങ്ങർ ആയിട്ടും ഈവൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലും ഒക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഫെഡറിക്കോ കിയേസ. അദ്ദേഹം ഈ ഒരു ചെറിയ കാലയളവിന് ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് കൂടിയാണ്. അപ്പം ലിവർപൂളിന് എന്തായാലും അവരുടെ വളരെ താരനിബിഡമായുള്ള മുന്നേറ്റ നിരയിൽ ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് തന്നെയുണ്ട്. പിന്നെ ഇതിനൊപ്പം പറയേണ്ട ഒരു കാര്യം ഐവാൻ ടോണിയുടെ സൗദി ലീഗിലേക്കുള്ള പ്രവേശനമാണ്. 28-കാരനായ ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കർ പ്രീമിയർ ലീഗ് വിട്ട്, ഏതാണ്ട് ചെറുപ്രായം എന്നൊക്കെ പറയും, 28-ാം വയസ്സ്, പ്രീമിയർ ലീഗ് വിട്ട് അദ്ദേഹം സൗദി ലീഗിലേക്ക് പോയിരിക്കുകയാണ്. അൽ അഹ്ലിയാണ് 40 മില്യൺ യൂറോയ്ക്ക് ഈ ഐവാൻ ടോണിയെ സൈൻ ചെയ്തിരിക്കുന്നത്. ഐവാൻ ടോണിയെ ചുറ്റിപ്പറ്റി വലിയ അഭ്യൂഹങ്ങളൊക്കെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പേര് കേട്ടിരുന്നു, ചെൽസിയുടെ പേരുണ്ടായിരുന്നു, അതുകൂടാതെ തന്നെ ആർസണലിന്റെ പേര് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഐവാൻ ടോണി ഇപ്പോൾ സൗദി ലീഗിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതാണ് മറ്റൊരു സ്ട്രൈക്കിംഗ് ആയുള്ളൊരു വാർത്ത ട്രാൻസ്ഫർ ലോകത്ത് നിന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അവസാന ദിവസങ്ങൾ നടന്ന ആ ഒരു നീക്കങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ ഒക്കെ എന്താണ്? അത് നമ്മൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.